ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ എന്തോ ഒരു ഗ്രോത്ത് കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ രീതിയിലുള്ള ഗ്രോത്ത്, എന്തോ ഒരു ഗ്രോത്ത് ഇവർക്ക് കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. അതായത് ഇവർക്ക് ജോലി കിട്ടും, ഗവൺമെൻറ് ജോലി കിട്ടും എന്നുള്ള രീതിയിലുള്ള ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇവർ ഉള്ളത്. ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു നെയിം, ഫ്രെയിം, റെക്കഗ്നേഷൻ ഇതൊക്കെ കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആയിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവരുടെ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യം, അതായത് നേരിട്ടല്ലാതെ ഇവർ വേറെ ആരോ മുഖേന എങ്ങനെയോ ഫാമിലിയുടെ കാതിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു ഹോപ്പ്ഫുള്ളായിട്ട് ഒരു പ്രതീക്ഷ ഉള്ളത്, അപ്പോൾ വരാൻ പോകുന്ന സമയം എന്തായാലും ഇവരുടെ ഫാമിലി ഇവരും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് എതിരെ നിൽക്കത്തില്ല എന്നുള്ള ഒരു ഹോപ്പ് ഇവർക്കുണ്ട്. ഇവിടെ ഫാമിലി ഇവരുടെ സൈഡിൽ നിന്ന് ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ, ഇവർക്ക് കുഞ്ഞുങ്ങളുമുണ്ട് എങ്കിൽ, ഇവരുടെ ഫേവറിൽ സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഇവർ ഒരു ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സഡനായിട്ട് എന്തായാലും ഇവർ ഒരു ആക്ഷൻ എടുക്കത്തില്ല. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ്. ഇവരുടെ മാരീഡ് ലൈഫ് വളരെ ടോക്സിക്കാണ് എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവരും ഇവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ഹസ്ബൻഡോ വൈഫോ അവരുമായിട്ട് ഡിവോഴ്സ് ആകണം, എന്നിട്ട് നിങ്ങളെ സ്വീകരിക്കണമെന്നാണ് എങ്കിൽ ഇവർ അങ്ങനെ തിടുക്കപ്പെട്ട് പെട്ടെന്നായിട്ട് ഒരു ആക്ഷൻ എടുക്കത്തില്ല. ഇവർ കുറച്ച് സമയം എടുത്താണ് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ പേഷ്യൻസായിട്ട് കാത്തിരിക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് കുറച്ച് സമയം വേണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഇവർ ആരെയും പേടിക്കുന്നില്ല, പക്ഷേ ശരിയായ ഒരു സമയം വന്നാൽ മാത്രമേ ഇവർ ആക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവരിൽ വിശ്വാസം വച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ വെറും ഒരു പേടി ഉള്ള ആളാണ്, ഇവർ ഒരു ആക്ഷനും എടുക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയല്ല, അവർ ആക്ഷൻ എടുക്കും. പക്ഷേ ശരിയായ സമയം വരണവരെ വെയിറ്റ് ചെയ്ത് മാത്രമേ ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ഈ റിലേഷൻഷിപ്പിന് സക്സസ് കിട്ടുന്നതാണ് എന്നാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഇവരെ ചേസ് ചെയ്യാൻ പോകുന്നില്ല. അത് കാരണം ഇപ്പോൾ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുവാൻ വരികയാണ്. അതായത് എപ്പോഴാണ് നിങ്ങൾ എൻ്റെ വഴിയിൽ വരിക, ഇതിനു മുന്നേ വരെ എപ്പോഴും എന്നെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഇപ്പോൾ എന്നെ ചേസ് ചെയ്യുന്നില്ല, എപ്പോഴാണ് ഇനി എന്നെ ചേസ് ചെയ്യാൻ നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉള്ള ഒരു ജീവിതം, അത് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡ്രീം ഇവർ കണ്ടു. പക്ഷെ ആ ഒരു ഡ്രീമിൽ കണ്ട കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു. പൂർവ്വജന്മത്തിൽ, അതായത് കഴിഞ്ഞുപോയ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഒന്നായിരുന്നു. അപ്പോൾ ആ ഒരു ജന്മത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഡ്രീമിൽ കണ്ടത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ കൂടുതൽ ഫോക്കസും ക്യാഷിലാണ്. ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഒരു പൈസ ഉള്ള ആളായി മാറുവാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസും എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം, അതിലാണ്. ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഒരു നല്ല കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, നല്ല ഒരു ജോബ് ഉണ്ടാക്കണം, ഇതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കോടതി കേസ് പൂർണ്ണമായിട്ടും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എപ്പോഴാണോ ആ ഒരു കേസിൽ നിന്ന് ഇവർക്ക് പുറത്തു വരുവാൻ സാധിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ ഇവർക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ.
ചിലപ്പോൾ എന്തെങ്കിലും ക്രിമിനൽ കേസോ സിവിൽ കേസോ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസോ ആയിരിക്കാം ഇതിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു അഷുറൻസ് തരുന്നതാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആയിരിക്കും. പക്ഷെ സമയം ഇവർ പറയും, അതനുസരിച്ച് മാത്രമേ മാരേജ് നടക്കുകയുള്ളൂ എന്നാണ് ഇവർ നിങ്ങൾക്ക് അഷുറൻസ് തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മെസ്സേജ്. നിങ്ങളിൽ ഇതിലേത് മെസ്സേജാണോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസൊനേറ്റ് ആകുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി വിട്ട് കളയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.